vector v1, v2, etc. vector vr is a set of two or more vectors in a vector space V, then S is said to be linearly independent set if no vector in S can be expressed as a linear combination of others. ഈ കൂട്ടത്തിലുള്ള നമുക്കൊരു 6 വെക്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്. അതിലെ ഏതെങ്കിലും ഒരു വെക്റ്ററിനെ മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. നേരെ മറിച്ച് ഇതിലുള്ള ഒരു വെക്റ്ററിനെ പോലും സെറ്റിലെ ബാക്കിയുള്ളവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല എങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. A set that is not linearly independent is said to be linearly dependent. ഇത് ഡെഫിനിഷനാണ്. ഇനി ഒരു സെറ്റ് തന്നാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. സെറ്റ് v1, v2, etc. vr in a vector space V is linearly independent if and only if the only coefficients satisfying the vector equation k1 vector v1 plus k2 vector v2 plus etc. kr vector vr is equal to vector 0 is k1 equal to 0, k2 equal to 0, etc. kr equal to 0. That means we have r vectors, vector v1, vector v2, etc. vector vr. അവരുടെ ലീനിയർ കോമ്പിനേഷൻ 0 ആവണമെങ്കിൽ, 0 വെക്റ്റർ ആവണമെങ്കിൽ ഈച്ച് കോഎഫിഷ്യൻറ്റ് ഷുഡ് ബി 0. ഇതിൽ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റ് നോൺ സീറോ ആയിട്ടും നമുക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ വെക്റ്റർ 0 ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് സെറ്റ് ഇസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. 2-3 എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. കൂടുതൽ എക്സാമ്പിൾസാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. സോ determine whether the vectors vector v1 equal to 1, 2, 2, minus 1, vector v2 equal to 4, 9, 9, minus 4, vector v3 equal to 5, 8, 9, minus 5 in R4 are linearly independent or linearly dependent. So നമുക്കിവിടെ 3 വെക്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്. വെക്റ്റർ v1, വെക്റ്റർ v2 ആൻഡ് വെക്റ്റർ v3. So assume that their linear combination is vector 0 for some scalars k1, k2, k3. So k1 vector v1 plus k2 vector v2 plus k3 vector v3 equal to 0. Then substitute v1 as a 1, 2, 2 minus 1, v2 and v3 in this equation. ഇവിടെ നമുക്ക് k1 times 1, 2, 2 minus 1 can be written as k1. This is same as k1, 2k1, again 2k1, then minus k1. Similarly, we can write k2 times 4, 9, 9 minus 4 as 4k2 plus 4k2, 9k2, again 9k2 minus 4k2. Then 5k3 plus 8k3, not plus, 5k3, 8k3, 9k3, minus 5k3. This is equal to 0. So ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? Here we have k1 plus here we have 4k2 plus here we have 5k3. So vector 0, this is the 0 vector in R4. So actually this is 0, 0, 0, 0. So the first coordinate should be 0. First coordinate is here k1 plus 4k2 plus 5k3. It must be 0. So we have one linear equation in 3 unknowns, k1 plus 4k2 plus 5k3 equal to 0. ഇനി രണ്ടാമത്തെ കോർഡിനേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2k1 plus 9k2 plus 8k3 equal to 0. So this is our second equation. Now third coordinates compare ചെയ്താൽ 2k1 plus 9k2 plus 9k3
equal to 0. Then fourth coordinates compare ചെയ്യുമ്പോൾ we will have minus k1 minus 4k2 minus 5k3 equal to 0 or k1 plus 4k2 plus 5k3 equal to 0. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യണം. We have 4 equations in 3 unknowns. സോ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതാണ് 1 4 5 2 9 8 again 2 9 9 then minus 1 minus 4 minus 5 times k1 k2 k3 equal to 0 0 0 0. ഈ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. ഇതിൽ ഞാൻ ഈ 1ന് താഴെയുള്ള എല്ലാവരെയും 0 ആക്കാൻ വേണ്ടിയിട്ട് ഐ എം പെർഫോമിങ് ഓപ്പറേഷൻസ്. R2 goes to R2 minus 2R1. Similarly, R3 goes to R3 minus 2R1 and R4 goes to R4 plus R1. ഈ 3 ഓപ്പറേഷൻസ് ഞാൻ നടത്തി കഴിയുമ്പോൾ എനിക്ക് അടുത്ത മെട്രിക്സ് കിട്ടി. ഇറ്റ് ഈസ് ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1 4 5 0 1 minus 2 0 1 minus 1 then 0 0 0. എഗെയിൻ നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഈ വണ്ണുള്ള റോയിൽ ബാക്കി എല്ലാവരെയും 0 ആക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന എലമെൻ്ററി ഓപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും? R2 എന്നുള്ള വെക്റ്ററിന് മാത്രം സെക്കൻഡ് റോയ്ക്ക് ഞാനൊരു മാറ്റവും കൊണ്ടുവരുന്നില്ല. R1 becomes R1 minus 4R2 then R3 will be R3 minus R2. ഓക്കെ, ലാസ്റ്റ് റോ ഓൾറെഡി നമുക്ക് 0 ആണ്. ഇതിനെ നമുക്കിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ രണ്ടാമത്തെ മെട്രിക്സിൽ ഈ പറയുന്ന 2 ഓപ്പറേഷൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 0 13 0 1 minus 2 0 0 1 എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ 1ൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെ 0 ആക്കാൻ വേണ്ടിയിട്ട് ഐ എം പെർഫോമിങ് R1 becomes R1 minus 13 R3 then R2 becomes R2 plus 2 R3 so that we will get 1 0 0 0 1 0 0 0 1 then last row is 0 0 0. സോ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഈ പുതിയ സിസ്റ്റത്തിനോട് ഈക്വാലൻ്റ് ആണ്. our matrix coefficient matrix A is similar to this matrix times k1 k2 k3 equal to 0 0 0 0. സോ നമുക്കിവിടെ കിട്ടുന്നത് ഫസ്റ്റ് റോ ടൈംസ് ഫസ്റ്റ് കോളം will become k1 equal to 0 then second row times k1 k2 k3 will be k2 equal to 0 then third row times k1 k2 k3 will give k3 equal to 0. So the only solutions are k1 equal to k2 equal to k3 equal to 0. സോ ഇതിന് ട്രിവിയൽ ആയിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടിയ ലീനിയർ സിസ്റ്റത്തിന്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ വെക്ടർ ഇക്വേഷൻ k1 വെക്ടർ v1 പ്ലസ് k2 വെക്ടർ v2 പ്ലസ് k3 വെക്ടർ v3 ഈക്വൽ ടു വെക്ടർ 0 എന്നുള്ള ഇക്വേഷന് നമുക്ക് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, k1 ഈക്വൽ ടു k2 ഈക്വൽ ടു k3 ഈക്വൽ ടു 0. മീൻസ് നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ v1 വെക്ടർ v2 വെക്ടർ v3 എന്ന് പറയുന്നത് they are linearly independent. Now നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. The next example is show that the polynomials
1x, x square, etc. x power n form a linearly independent set in Pn. We know that Pn is the set of all polynomials of degree less than or equal to n. So, നമ്മൾ assume ചെയ്യാണ്, let us denote the polynomials as p0 equal to 1, p1 equal to x, p2 equal to x square, etc. pn equal to x power n. ഞാൻ ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഈ പോളിനോമിയൽസിന് കൊടുത്തു. ആൻഡ് ഐ എം അസ്യൂമിങ് ദാറ്റ് a0 k1 k2 എന്നുള്ളതിന് പകരം ഞാനിപ്പോൾ a0 a1 എന്നുള്ള കോഎഫിഷ്യൻസ് യൂസ് ചെയ്യാണ്. a0 p0 പ്ലസ് a1 p1 പ്ലസ് a2 p2 പ്ലസ് എക്സെട്ര an pn ഈക്വൽ ടു 0. ഹിയർ 0 എന്ന് വെച്ചാൽ 0 പോളിനോമിയൽ ആണ്. 0 പോളിനോമിയൽ മീൻസ് 0 പ്ലസ് 0 ടൈംസ് എക്സ് പ്ലസ് 0 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 0 ടൈംസ് എക്സ് പവർ എൻ. ഇതാണിപ്പോൾ 0 പോളിനോമിയൽ. പി എന്നിലുള്ള 0 വെക്റ്റർ എന്ന് പറയുന്നത് ഈ പോളിനോമിയലാണ്. ദെൻ ഈ a0 p0 പ്ലസ് a1 p1 പ്ലസ് a2 p2 പ്ലസ് എക്സെട്ര an pn ഈക്വൽ ടു 0 ആവണമെങ്കിൽ a1 ഈക്വൽ ടു a2 ഈക്വൽ ടു എക്സെട്ര an ഈക്വൽ ടു 0 ആണോ അല്ലയോ, ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം. സോ വി മസ്റ്റ് ഷോ ദാറ്റ് ഓൺലി കോഎഫിഷ്യൻസ് സാറ്റിസ്ഫൈയിങ് ദിസ് വെക്ടർ ഇക്വേഷൻ ആർ a1 ഈക്വൽ ടു a2 ഈക്വൽ ടു എക്സെട്ര an ഈക്വൽ ടു 0. സോ ഒരു പോളിനോമിയൽ, ദിസ് ഇസ് ഈക്വലന്റ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് a0 പ്ലസ് we know that a0 our vector equation was a0 p0 was a polynomial, then a1 p1 plus etc plus an pn equal to 0 polynomial. ഇതിൽ p0 എന്ന് പറഞ്ഞാൽ 1 ആണ്. then p1 is x, p2 is x square, etc. pn is x power n. സോ നമ്മളതിവിടെ യൂസ് ചെയ്യാണ്. സോ ദാറ്റ് നമ്മൾ നേരത്തെ എഴുതിയ ഈ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വാലൻറ്റ് ടു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an x പവർ n ഈക്വൽ ടു ദ 0 പോളിനോമിയൽ. ആൻഡ് ദിസ് ഷുഡ് ബി 0 ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. 0 പോളിനോമിയൽ ആവണം എന്നുണ്ടെങ്കിൽ എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് a0 plus a1x plus etc. an x power n must be equal to 0. So we must show that this is true if and only if each coefficient ai is 0. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു a non-zero polynomial of degree n has at most n distinct roots. അതായത് ഒരു nth ഡിഗ്രി പോളിനോമിയൽ കൂടി വന്നാൽ n പ്രാവശ്യമേ 0 ആവുള്ളൂ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ്, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം നമുക്കറിയാം, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആവാനായിട്ട് എക്സിന് 2 വാല്യൂസേ ഉണ്ടാവുള്ളൂ. മാക്സിമം 2 റിയൽ വാല്യൂസേ ഇവിടെ ഈ ഇക്വേഷനെ 0 ആക്കുന്നതായിട്ടുണ്ടാവുള്ളൂ. വിനോ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ മൈനസ് ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2aയും മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2aയും, ഇങ്ങനെ 2 വാല്യൂസിലേ നമുക്ക് ഒരു പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആവുള്ളൂ. അതുപോലെ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ, ഡിഗ്രി 3 വരുന്ന ഒരു പോളിനോമിയൽ ആണെങ്കിൽ മാക്സിമം 3 പോയിൻറ്റ്സിലേ നമുക്ക് അവർ 0 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു nth ഡിഗ്രി പോളിനോമിയലാണ്. ഒരു നോൺ സീറോ പോളിനോമിയൽ ആണെങ്കിൽ അതിന് മാക്സിമം n പോയിൻറ്റ്സിലേ ഈ പോളിനോമിയൽ 0 ആവുള്ളൂ. അതായത് എക്സിന് ഏതോ n വാല്യൂസ് കൊടുക്കുമ്പോൾ മാത്രമേ ഈ പോളിനോമിയൽ 0 ആകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ എക്സിനും, ഹിയർ നമ്മൾ എടുക്കുന്നത് എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലുള്ള ഏത് വാല്യൂ കൊടുത്താലും ഈ പോളിനോമിയൽ 0 ആയി പോകണമെങ്കിൽ വി ഹാവ് ഓൺലി വൺ ചാൻസ്, ഇറ്റ് ഈസ് each coefficient ai must be 0. For otherwise the left side of the equation would be a non-zero polynomial with infinitely many roots.
സോ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റും a0 p0 plus a1 p1 plus a2 p2 etc. an pn equal to 0 has only the trivial solution a0 equal to a1 equal to etc. an equal to 0. So that set is linearly independent in Pn. Now we have another example. Determine whether the polynomials p1 equal to 1 minus x, p2 equal to 5 plus 3x minus 2x square, p3 equal to 1 plus 3x minus x square are linearly dependent or independent in p2. p2 means set of all polynomials of degree less than or equal to 2. So നമുക്കിവിടെ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ഉണ്ടാകാം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ഉണ്ടാവാം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ഉണ്ടാവാം. ഇതാണ് p2വിലുള്ള ആൾക്കാർ. നമുക്ക് അവിടുത്തെ 3 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്നറിയണം. സോ സപ്പോസ് k1 p1 plus k2 p2 plus k3 p3 equal to the 0 polynomial. Means k1 times 1 minus x plus k2 times 5 plus 3x minus 2x square plus k3 times 1 plus 3x minus x square equal to 0. This is equivalent to ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേംസ് വരുന്നത് k1 പ്ലസ് 5k2 പ്ലസ് k3, k1 പ്ലസ് 5k2 പ്ലസ് k3. ദെൻ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് ആരൊക്കെ വരും? മൈനസ് k1 പ്ലസ് 3k2 പ്ലസ് 3k3. So minus k1 plus 3k2 plus 3k3 times x plus സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് നമുക്കറിയാം ഫസ്റ്റ് പോളിനോമിയലിൽ എക്സ് സ്ക്വയറിൻ്റെ ടേം ഇല്ല. സോ വി ഹാവ് 0k1 പ്ലസ് മൈനസ് 2k2 മൈനസ് k3 ടൈംസ് എക്സ് സ്ക്വയർ. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദിസ് മസ്റ്റ് ബി സെയിം ആസ് ദ 0 പോളിനോമിയൽ. ഇപ്പോൾ വീണ്ടും ഇത് 0 പോളിനോമിയൽ ആവണം എന്നുണ്ടെങ്കിൽ ഈച്ച് കോഎഫിഷ്യൻറ്റ് മസ്റ്റ് ബി 0. സോ വി ഹാവ് the constant term must be 0. k1 plus 5k2 plus k3 must be 0. Similarly x ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആവണം. സോ മൈനസ് k1 പ്ലസ് 3k2 പ്ലസ് 3k3 മസ്റ്റ് ബി 0. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും 0 ആവണം. സോ വി ഹാവ് 0k1 മൈനസ് 2k2 മൈനസ് k3 മസ്റ്റ് ബി 0. ഓക്കെ, so we will have a homogeneous system of 3 equations in 3 unknowns. Constant term must be 0, coefficient of x must be 0, coefficient of x square must be 0. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യണം. ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 5 1 -1 3 3 0 -2 -1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ഈ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ ദിസ് ഹോമോജീനിയസ് സിസ്റ്റം വിൽ ഹാവ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. if the coefficient of the determinant if the determinant of the coefficient matrix is 0, then that homogeneous system will have a non-trivial solution. ഞാനിവിടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ഐ നോ ദാറ്റ് ദിസ് സിസ്റ്റം ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. 0 0 0 അല്ലാത്ത സൊല്യൂഷൻസ് ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം the given polynomials are not linearly independent or they are linearly dependent in P2. So linear independence ne kurichittulla കൂടുതൽ ഡിസ്കഷൻസ്